ഞാൻ കണ്ടിട്ടുള്ള നല്ല സംരംഭകരിൽ വേറൊരു ക്വാളിറ്റി ഉണ്ട് അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ. ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്. മുന്നിൽ നിന്ന് നയിക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും പിന്നോട്ടല്ല പോകേണ്ടത്, മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയും. അതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണം എന്ന് പറയും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, നമുക്ക് നഷ്ടപ്പെട്ടു പോയി ശ്രീ രത്തൻ ടാറ്റ. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനമാണ് 26/11. ആ ദിവസമാണ് അജ്മൽ കസബ് എന്ന തീവ്രവാദിയുടെ നേതൃത്വത്തിൽ നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്തിയ ചില കാര്യങ്ങൾ സംഭവിച്ചത്. താജ് പാലസ് ഹോട്ടൽ. അന്ന് അവിടെ വെടിവെപ്പ് നടക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. രത്തൻ ടാറ്റ മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ അതിൻ്റെ മുന്നിൽ റിസ്ക് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെയാണ് ആനന്ദ് മഹീന്ദ്ര. പണ്ട് സ്കോർപിയോ എന്ന വാഹനം ഇറങ്ങിയപ്പോൾ നിരവധി നെഗറ്റീവ് റിവ്യൂസ് വന്നു. എന്നാൽ അതിന് മറുപടി അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയല്ല കൊടുത്തത്. സ്കോർപിയോ വാഹനവുമായി അദ്ദേഹം റോഡുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അത് കണ്ട് ആ ചിത്രങ്ങൾ പിന്നീട് വൈറലായി എന്നുള്ളതാണ് സത്യം. പിന്നീട് ഒരു പ്രശസ്തമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പിക്ചർ പ്രസിഡൻറ്റ് ബറാക്ക് ഒബാമയുടെ വന്നു. ആ ചിത്രം വെളുപ്പിന് എടുത്ത ചിത്രമാണത്രേ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി നിൽക്കുന്ന ചിത്രം. പക്ഷേ അദ്ദേഹം അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒസാമ ബിൻ ലാദനെ കൊന്ന് സമുദ്രത്തിൽ താഴ്ത്തിയ ദിനം. ഈ ചിത്രങ്ങളൊക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ് നല്ലൊരു ലീഡർ, നല്ലൊരു ഓൺട്രപ്രണർ.